ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ആഴ്ചത്തെ ബാംഗ്ലൂർ വാസത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് ഗീതുവിൻ്റെ വീട് കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ അവസാനം അത് കാണാൻ പറ്റി. ഇപ്പോൾ സമയം രാവിലെ 4 മണി കേട്ടോ. ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി ഒരു 5-5:30 ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ തന്നെ ഇറങ്ങാൻ പറ്റി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് എത്താൻ ഒരുപാട് ലേറ്റാവും. പാലക്കാടൊന്ന് അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നാട്ടിലേക്ക് പിന്നെ കറക്റ്റ് ഉച്ചയ്ക്ക് ഊണിക്കാറാകുമ്പോഴേക്കും എത്താൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും രാവിലെ നേരത്തെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ 1 വീക്ക് ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. 1 വീക്ക് പറഞ്ഞാൽ ഒരു 6 ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെള്ളിയാഴ്ച രാത്രി വന്നു, നെക്സ്റ്റ് ഡേ വെള്ളിയാഴ്ച രാവിലെ പോയി. അത്ര കുറച്ച് ദിവസമേ നമ്മൾ നിന്നിട്ടുള്ളൂ. പക്ഷേ ആ ഒരു 1 വീക്ക് നല്ല രസമായിരുന്നു. അതിൽ ഒരു 2 ഡേയ്സ് രംഷേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ചു. ചൂടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേദിവസം നല്ല ഇടിയും മഴ കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷേ ആ ഒരു തണുപ്പ് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നെക്സ്റ്റ് ഡേ നമുക്ക് പോവേണ്ടി വന്നു. അപ്പോൾ നാട്ടിൽ മഴയൊക്കെ പെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അച്ഛനും അമ്മയൊക്കെ വന്നു. അപ്പോൾ അവരെ കാണാനുള്ള ഒരു സന്തോഷത്തിലും കൂടിയാണ് നമ്മളീ പോണത് കേട്ടോ. അപ്പോൾ അവർ തലേദിവസം എത്തി എന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് 10th ആകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവാം എന്നുള്ളത്. അപ്പോൾ രാത്രി ഫുള്ള് ഉറങ്ങാതിരുന്ന കാരണം എന്തോ അങ്ങനെയാണല്ലോ നമ്മൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, നമുക്ക് പോകുമ്പോൾ ഒരു ഉറക്കം വരില്ല. അങ്ങനെ കുറേ നേരം വണ്ടിയിൽ കിടന്നുറങ്ങായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ ഓരോ ഷോട്ട്സൊക്കെ എടുക്കുന്നത്. ഒരു മഴക്കാറുണ്ടായിരുന്നു. മൊത്തം കോയമ്പത്തൂർ ഭാഗം ഫുള്ള് ഒരു മഴക്കാറോട് കൂടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാറായപ്പോൾ നമ്മുടെ സ്ഥിരം വൈകുണ്ഠത്ത് ഉള്ള ശരവണ ഭവനിൽ നിർത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ ടു നമ്മുടെ പാലക്കാട് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ, ഇതാണ്. നമ്മൾ മുംബൈ ടു ബാംഗ്ലൂർ വയ റോഡ് പോകുമ്പോൾ നമുക്ക് ഒട്ടും കിട്ടാത്തൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇവിടെ നിറയെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും. ഈ വൈകുണ്ഠത്തുള്ള ഈ ശരവണ ഭവനിലെ കുറച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫുഡ്. നല്ല ഡേറ്റ്സിൻ്റെ കേസരി അന്നത്തെ സ്പെഷ്യലായിരുന്നു. ഫിൽറ്റർ കോഫി ആൻഡ് നമ്മുടെ സാധാരണ ഗീ റോസ്റ്റ്. ഇത്രയും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ആ വഴി വരുമ്പോൾ മുരുകൻ ഇഡ്ഡലി ഉണ്ട്. പക്ഷേ അത് കുറച്ച് ലേറ്റായി ഇറങ്ങിയാലാണ് അത് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ആ ഏരിയ എത്തുമ്പോൾ 6:30 ആകുമ്പോഴേക്കും എത്തി. അപ്പോൾ അതുകൊണ്ട് അത് മിസ്സായി പോയിട്ട് മുരുകൻ ഇഡ്ഡലി കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ചതേ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് ഫോർട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി കേട്ടോ. കാരണം മൊത്തത്തിലൊരു പച്ചപ്പും കാര്യങ്ങളും ഒരു 2 ഡേയ്സായിട്ട് ചെറുതായിട്ട് മഴച്ചാറലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജിയാണ് അല്ലേ. അതും നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ തലേദിവസം രാത്രി ഒരു 10 മണിയൊക്കെ ആയി എത്താൻ. അത് കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയായി. ഞങ്ങളൊരു 2:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി കേട്ടോ. പാലക്കാട് നിന്ന് പിന്നെ കുറച്ച് സമയം എടുക്കും എത്താൻ. എങ്ങനെ ഉണ്ടായിരുന്നു യൂറോപ്പ് യാത്ര? അടിപൊളി. ഇന്ത്യയിലെത്തിയപ്പോ എന്തായി? ക്ലൈമറ്റ് അങ്ങോട്ട് പിടിക്കുന്നില്ലേ? ശബ്ദം പോയില്ല അച്ഛന്റെ. അവിടുത്തെ കാലാവസ്ഥക്ക് അവിടെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്താ വെച്ചാൽ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയില്ലേ. പിന്നെ അച്ഛൻ എന്താ പറയുക, പെട്ടി വെച്ചിട്ടേ 11 മണിക്കൂർ കൂടി ഇരുന്നില്ലേ. നാട്ടിലെത്തിയാലാണ് അല്ലെങ്കിൽ അസുഖം. ചൂടില്ല, മഴ പെയ്തപ്പോഴേ മഴ 17 ദിവസം അങ്ങനെ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ 4:30 നീക്കും, 9-10 മണിയാവും കിടക്കാൻ. എന്തായാലും അടിപൊളി. എന്താ ഇവിടെ സ്ഥലങ്ങൾ വാങ്ങിയത് അല്ലേ? കറണ്ട് പോയത് ഇവിടെ മഴ പെയ്തപ്പോഴാ. ഇവിടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, വീടൊക്കെ മാറിയിട്ടുണ്ടല്ലോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ റൂമൊക്കെ ഒന്ന് നോക്കി വീടൊക്കെ
ചുറ്റിയൊന്ന് കറങ്ങി ഒരു പ്രത്യേക സന്തോഷമല്ലേ. പിന്നെ ഒരു മഴയുടെ ആ ഒരു ഇതും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട, അടിപൊളിയാണ്. അപ്പം ഞാൻ ആ ഒരു പ്രോസസ്സിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ അത് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും, നമ്മുടെ റൂമും അതുപോലെ വീടും ഉമ്മറും ഒക്കെ. അപ്പോഴേക്കും അമ്മ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. തനിനാടൻ ഊണായിരുന്നു ഇന്ന്. നല്ല പുളിമാങ്ങ കൊണ്ടുള്ള നല്ല അടിപൊളി മാങ്ങ കൂട്ടാൻ, ശരിക്കും പുളിയുള്ള ഒരു തരം പുളിശ്ശേരി എന്നൊക്കെ, മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിലുണ്ടായ കായ കൊണ്ടുള്ള കായ ഉപ്പേരി, പിന്നെ മത്തി വറുത്തതുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ഇത് ചമ്മന്തിപ്പൊടി, നാളികേരം കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, മീനൊന്നുമില്ല, സാധാരണ പോലത്തെ. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിക്കുകയാണ്. കുറേ ദിവസമായി നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു നാടൻ ഊണൊക്കെ കഴിച്ചിട്ട്, മീൻ കൂട്ടാനും അതും മീൻ വറുത്തതും മത്തി വറുത്തതൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി നാടൻ ഊണും എല്ലാം കഴിച്ച് നമ്മുടെ കുറേ വിശേഷങ്ങളുണ്ടാവുമല്ലോ, അവർക്ക് യൂറോപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ആസ്വദിച്ച്, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മയൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ലേറ്റ് ആയി, 2:30-3 മണിയായല്ലോ. കുട്ടികൾക്കൊക്കെ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് തട്ടി വിടുകയാണ് ഫുഡ്. ഇതെന്താ ട്രിപ്പിന്റെ സാധനങ്ങളാ? ഇതെന്താ മാധവ് നിന്റെ കയ്യില്? അല്ല പൈസ ഇത് മിത്ത് ചേച്ചിയുടെ എന്താണ്? പെന്നോ? ഇത് റൊട്ടി. ഇതെന്താ മിത്ത്? എന്താപ്പത്? ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനത്തെ പണ്ട് അച്ഛൻ വരുമ്പോ പെട്ടി പൊളിക്കില്ലേ, അതുപോലെ എല്ലാരും പരത്തി നിക്ക. എന്റെ കുട്ടൻ എന്താ സ്പൈഡർമാനാ? അച്ചോ, മിത്തുവിന്റെ ഫേവറേറ്റ് പെൻ. ഗീതോ അതെന്താ ഗീതോ? നാട്ടെ അനക്കുള്ള മാല ഒരു മാലല്ലോ. ഇതിങ്ങനെ വയറ് കെട്ടേ. ഹായ്, എന്റെ ഇവിടെ ഇവിടെ ഇന്ത്യനെ നോക്കട്ടെ, സ്പൈഡർമാനോ നോക്കട്ടെ. എന്തൊക്കെ സാധനങ്ങൾ മാതിരി ഒരുമാതിരി ഗൾഫിൽ നിന്നുള്ള പെട്ടി തുറക്കണ പോലെയുള്ള. എനിക്ക് പാരീസിന്റെ കുറെ രംഷന്റെ കുറവുണ്ട്. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റാ. അയ്യോ അച്ഛൻ കാര്യമായിട്ടാണല്ലോ. അച്ഛൻ ജോലി എടുത്ത് വരുന്നല്ലോ, ടൂർ പോയി വരില്ലേ? ഗൂച്ചി. ഓ നോക്കണ്ട, തരില്ല. ബർബറിന്റെ കയ്യിലുണ്ട്. ചേച്ചി ഇത് പെണ്ണുങ്ങളെ അമ്മയ്ക്ക് കൊടുത്താൽ ഒരു താങ്ക് യു. ഓ ഗൂച്ചി കിട്ടിയത് അടിപൊളിയായിട്ടാ. എന്താ എന്താ കഫ്ലിങ്ങോ? നല്ല ഇഷ്ടം. ഞാൻ പറയാനും നിശ്ചല്യ എന്താ പറയാന്ന്. നന്നായിട്ടില്ലേ? കളക്ഷൻ കഫ്ലിങ്. അയ്യോ ഇന്റെ ഒരു കോലം. ഞാൻ ടയേർഡായി എത്തി. നല്ല രസമുണ്ട്. വാവ് മിത്തു, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സോ നൈസ്. എന്താപ്പത്? എന്റെ ഞാൻ നോക്കിയിട്ടില്ല. ഇനി അടുത്ത നമുക്ക് അടുത്ത യുദ്ധത്തിലേക്ക് അല്ല ഇനി വരൂ. ഇനി നമുക്ക് ചോക്ലേറ്റിന്റെ സെക്ഷനിലേക്ക് കടക്കാം. ഇതൊക്കെ അമ്മ വാങ്ങിയതാ. അതൊക്കെ നമ്മുടെ കളക്ഷൻസിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ. അപ്പൊ ഇതാ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ബിസ്ക്കറ്റുകളാണോ അധികം കൊണ്ടുവന്നിരിക്കണേ? മിഠായി ഉണ്ട്. ലോട്ടസ് ബിസ്കോഫ്, ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് കേട്ടോ. ചോക്ലേറ്റ് നോക്ക്. കുട്ടികൾ വന്നപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഈ കുക്കീസും ബിസ്ക്കറ്റും ചോക്ലേറ്റും കഴിക്കല്. കുട്ടികൾ മാത്രമല്ല ഞാനും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ആൻഡ് കുക്കീസ്. ഇനി പിന്നെ പറയണ്ടല്ലോ, ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നവരെ ഇതൊക്കെ തന്നെയായിരിക്കും മെയിൻ പരിപാടി. നല്ല അടിപൊളി റിച്ച് ചോക്ലേറ്റ്സ്. അപ്പൊ ഇതാ ഞങ്ങള് നാട്ടിലെത്തി. അച്ഛനും അമ്മയും ഇന്നലെ എത്തി അല്ലേ? ഞങ്ങൾ എത്താൻ കാത്തൊക്കെയായിരുന്നു കേട്ടോ. അവര് ഓടി വന്നു പിന്നാലെ. അപ്പൊ
എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ട്രിപ്പുകൾ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്ഥലങ്ങൾ കാണുമ്പോഴും പിന്നെ അതിലുള്ള ആൾക്കാരെ കോർപ്പറേഷനാണ് നമുക്കിങ്ങനെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ സ്ഥലം കാണുന്നില്ലല്ലോ, ഒപ്പമുള്ളവർ എൻജോയ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ രസം. പിന്നെ എന്താ കൂടുതൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരു സാറ് മാതിരി ഒരാൾ അങ്കിൾ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് ഓരോ ഇംഗ്ലണ്ടിൻ്റെ ഓരോ മുക്കും മൂലയും പറഞ്ഞു തന്ന ഒരു സ്റ്റഡി ക്ലാസ് മാതിരി അങ്ങനെ പോയ കാരണം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റി. അങ്ങനെ പല കാര്യങ്ങളും കേട്ടോ നമുക്ക് കേരളത്തെ പറ്റിയിട്ടും അങ്ങനെ അങ്ങനെ എല്ലാ വിവരമുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ടേ നമുക്ക് യാത്രയ്ക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഏതിലാണ് പോയതാന്ന് പറഞ്ഞോളൂ. ഞാൻ എഴുതിയിട്ടില്ല, ഇപ്പൊ കഴിഞ്ഞിടത്തോളം എപ്പിസോഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. സോമൻസ് ലേസർ എന്ന് പറഞ്ഞ് പാലാരി വട്ടത്ത് ഒറ്റ ബിൽഡിംഗ്. അവർ എല്ലാവർക്കും അറിയാം സോമൻസ്. അത് അവരങ്ങനെ ഫേസ്ബുക്കിലും ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പോൾ അവരെന്താ വെച്ചാൽ അതിൽ റേറ്റ് എഴുതില്ല, ഒരു ടൂർ പ്രോഗ്രാം എഴുതും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം, അപ്പോൾ അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ഒരിക്കലും അവർ റേറ്റ് എഴുതില്ല, കാരണം അത്ര അവര് ചീപ്പായിട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, കുറെ പേര് എത്രയും നിങ്ങളുടെ ബഡ്ജറ്റ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതെന്താന്ന് വെച്ചാല് പറയാത്ത എന്താ, അത് അവരും പറയാത്ത എന്താന്ന് വെച്ചാല് നമ്മൾ എത്ര ഇപ്പൊ അച്ഛനും അമ്മയും 17 ദിവസം 13 കൺട്രി, നിങ്ങൾക്ക് ഇപ്പൊ 5 കൺട്രി ഇതിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരിക്കലും അച്ഛന്റെ അമ്മയുടെ റേറ്റ് നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത്. പിന്നെ അവരുടെ ഓരോ ടൈമിൽ ഓരോ റേറ്റ് ആവും, അപ്പൊ അത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, റേറ്റ് മാറും. പിന്നെ അവരോട് പോയി ചോദിക്കും, പീക്ക് ടൈം ആയിരുന്നു. നല്ല റേറ്റ് ഉണ്ട്. നിങ്ങളിപ്പോ അച്ഛൻ പറഞ്ഞ പോലെ, അതായത് ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ അവരോട് പോയി ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കൂടുതലാണെങ്കിൽ ഇവർക്ക് കുറവാണല്ലോ ചോദിച്ചാൽ ചിലപ്പോൾ പീക്ക് ടൈം ആവും. അതുകൊണ്ട് ഒരിക്കലും റേറ്റ് പറയാൻ പാടില്ല. അവര് മാനേജറും പറഞ്ഞു അത്, കാരണം അവരുടെ തന്നെ ഇതേ ടൂർ തന്നെ അവര് ഏർപ്പെടുത്തുന്നത്. പല എയർലൈൻസ് ഹോട്ടലുകൾ ടോപ്പ് ഖത്തർ എയർവേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറ്റ്. മിനിമം ബഡ്ജറ്റിലും പോവാം. ഒമാനിലും പോകുന്നുണ്ട്. ഞാനത് വേണ്ടെന്ന് എയർവേസിനനുസരിച്ച് ബഡ്ജറ്റ് മാറും. 5 ദിവസത്തിന് പോണേന് ഇത്ര ഉണ്ടാവില്ല. എയർലൈൻസിനനുസരിച്ച് ബഡ്ജറ്റ് മാറും. ഇവർ ഖത്തർ എയർവേസിൽ പോയിട്ട് ഇവർക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിനനുസരിച്ച് മാറും. നമുക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിനെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് എവിടേക്കാണ് പോകേണ്ടത് സംസാരിച്ച് അവരിങ്ങോട്ട് ഗൈഡ് ചെയ്യും. അതല്ല, ഇത് എപ്പോഴും നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. ഫേസ്ബുക്ക് പേപ്പറിലൊന്നും ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് ത്രൂ ഞാനതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ അവര് ഒരു 5 മിനിറ്റ് കോണ്ടാക്ട് നമ്പർ ഉണ്ടോ? അതിലുണ്ടാവും. കോണ്ടാക്ട് നമ്പർ വേണിച്ചയക്കാം, അതിൽ വിളിച്ചാൽ. വേണമെങ്കിൽ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. അതല്ലാതെ വേറെ ഒന്നും, കാരണം അവരെ കോണ്ടാക്ട് ചെയ്താലാണ് അവർക്ക് പിന്നിപ്പോ കഴിഞ്ഞു പോയി ഞങ്ങളുടെ 2-4 എപ്പിസോഡിൽ പറഞ്ഞാൽ ഞങ്ങൾ അവർ പരിചയപ്പെട്ടു വന്നിരുന്നുള്ളൂ ഈ കൂടെ ഉള്ളവരെ. അപ്പൊ ഞങ്ങൾ അധികം ഇതിൽ കാണിച്ചിട്ടില്ല. പക്ഷെ ഇനിയുള്ള എപ്പിസോഡ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ബസ്സിലെ പ്രോഗ്രാംസും നല്ല അടിപൊളിയായിരുന്നു. ഒക്കെ എബവ് 60 ആണ്, മോർ ദാൻ 90%. പിന്നെ അത് ഒന്നും കൂടി പറയട്ടെ, അത് കോർഡിനേറ്റ് ചെയ്ത ടീം മാനേജറുടെ കഴിവാണ് കേട്ടോ. എല്ലാവർക്കും ഒരേമാതിരത്തെ ടീം മാനേജർ ആവണം എന്നില്ല. ടീം മാനേജറാണ് ആ ടീമിനെ നയിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഞങ്ങള് പോയത് ഇതാക്കിയിട്ട് ഇതാക്കാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പൊതുവെ സോമൻ അടിപൊളിയാണ്. സോമൻ അടിപൊളിയാണ്. റിവ്യൂ ആണ്. പിന്നെ അവര് ബഡ്ജറ്റ് ഇതിലും കൊണ്ടുപോകും, നമുക്ക് നമ്മളൊരു ഇതിലും കൊണ്ടുപോകും. പിന്നെ അവരെ വെച്ചാൽ ഇത്രയും കാലത്തിന് ശേഷം അവർ ആദ്യമായിട്ട് അത്ര ഇങ്ങനെ ഒരു പാക്കേജ് പോണത്. അതിപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് പോയിക്കുന്നത്. അപ്പോൾ ഇനി അവർ ഇങ്ങനത്തെ പാക്കേജുകൾ ഇനി ഉണ്ടാവായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. ഒക്കെ നേരിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അവരെ ഇന്നത്തെ റേറ്റ് സെപ്റ്റംബർ തണുപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ പോയില്ല. പിന്നെ യങ്സ്റ്റേഴ്സേ പോകുള്ളൂ, മഞ്ഞ് വളരെ. അപ്പൊ അത് അധികം അവർക്ക് ഇതാവില്ല. അതുകൊണ്ട് ഈ ഒരു 5 മാസം വരെ ശരിക്കും മാസത്തിൽ ഈ മാസം ഇപ്പൊ 4-5 പോയിരിക്കുന്നത്. വീഡിയോസ് ഒക്കെ നമ്മൾ എന്തായാലും ഇനി കാണിക്കാം. അതിൽ അച്ഛൻ്റെ അമ്മയുടെയും ഫുൾ ഇട്ടിട്ടില്ല, ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ട്. യാത്രകളൊക്കെ ഇനി നിങ്ങൾ കാണും. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അച്ഛന്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. അതിവിടെ വന്നതിന്റെ ഇഷ്ടം. അവിടെ വന്നപ്പോ നല്ല ചൂടായിരുന്നു ഇവിടെ ഇറങ്ങിയപ്പോഴേ. അവിടെ മഴ ഉണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സുഖമായി പോയി വന്നു. വീട് ഫുൾ ക്ലീനിങ് പരിപാടിയിലായിരുന്നു. അതെ, അതൊക്കെ ആളുള്ളതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇവര് വരുമ്പോഴേക്കും എന്താണ് അലക്കലും വീട് ക്ലീൻ ചെയ്യലും അതെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഇപ്പോഴും നമ്മള് ട്രിപ്പ് അടിപൊളിയാണെങ്കിൽ ഈ ട്രിപ്പ് ഈ മാസം
ആ അതെ ഏപ്രിലിൽ പൂവ് പോകണം. ഏപ്രിൽ ആ നല്ല സമയം തണുപ്പില്ല നമുക്ക് ആ തുലിപ്പൊക്കെ കാണണമെങ്കിൽ എങ്കിൽ ഏപ്രിലിൽ പിന്നെ പോകാം. ഭയങ്കര അല്ല. വയസ്സായ ആളുകൾക്ക് ഇല്ല തണുപ്പില്ല എന്ന് പറയാൻ നല്ല പറ്റില്ല, തണുപ്പ്, പക്ഷെ നല്ല തണുപ്പില്ല. നല്ല ക്ലൈമറ്റ്, മഴയും കുറവായിരുന്നു ഇപ്രാവശ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും. നമ്മൾ സെപ്റ്റംബറിലേക്ക് ഒന്ന് നീട്ടി അപ്പൊ ചൂടാവും. അതെ, പിന്നെ നല്ല ക്ലൈമറ്റ്. അതെ, അവരുടെ അധികം ട്രിപ്പും ഈ ഈ സമയത്ത് തന്നെയാണ്. ഉച്ചയ്ക്ക് എല്ലാവരും റെസ്റ്റൊക്കെ ഒന്ന് എടുത്ത് ഈവനിങ് ആയപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുകയാണ്, അങ്ങോട്ട് പെയ്യണമില്ല, പക്ഷെ അതിൻ്റെ നല്ല പുഴുക്കും ഉണ്ട്. ഇങ്ങനെ ചൂടിങ്ങനെ എന്താ പറയുക, വേർത്തൊലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പം മഴ പെയ്യുന്നതായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ് ഈ ഉമ്മറം. രാത്രി ആയാലും ഉച്ചയായാലും ഒക്കെ കുറേ നേരം ഇങ്ങനെ ഉമ്മറത്തിരിക്കും. അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പൂരത്തിൻ്റെ പൊരി. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഇതിനെന്താ പറയുക, നമ്മൾ മോതിരം എന്നാണ് പറയുക കേട്ടോ. ഇതിന് ശരിക്കും എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്, കുറച്ച് കട്ടിയാണ് കഴിക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. 6 നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ പൊരിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറേ ഈ ഒരു സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനെന്താ പറയുക, അതിലെന്തോ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു ക്രോസോണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു ബട്ടർ ഫ്ലേവറൊക്കെ ആയിട്ട് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം, സ്നാക്സ് പോലെ. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണം. കുട്ടികളാണെങ്കിൽ പിന്നെ വന്നതിന് ശേഷം കളിയും കാര്യങ്ങളുമാണ്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അല്ല. ഇനിയിപ്പോൾ കസിൻസൊക്കെ വരും, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കസിൻസിൻ്റെ കൂടെയുള്ള കളിയും കാര്യങ്ങളൊക്കെയും. അപ്പോഴാണ് മഴ തുടങ്ങി. അപ്പോൾ മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, മഴ ചാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു 1-2 സ്റ്റെപ്പ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം രാത്രിയൊക്കെ നല്ല ഇടിയും മഴയൊക്കെ തുടങ്ങി, ആ ഒരു വല്ലാത്ത ചൂട് പോയി കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം ജസ്റ്റ് ഒരു മഴ ഉണ്ടായിരുന്നുള്ളൂ, അത് ചാറി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ വല്യച്ഛൻ്റെയും അവരൊക്കെ വീട് തൊട്ടടുത്ത് തന്നെ, അപ്പോൾ അവരൊക്കെ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു. രാത്രി അമ്മ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കൂടെ പൊറോട്ടയും നമ്മൾ വാങ്ങിച്ചു, ഇവിടെ അടുത്തുള്ള നമ്മുടെ ടേസ്റ്റി പൊറോട്ട. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അറിയാലോ, നാടൻ വിഭവങ്ങൾ കുറേ ലിസ്റ്റുകളുണ്ട്. നാട്ടിൽ അത് കഴിക്കണം, ഇത് കഴിക്കണം, മറ്റേത് കഴിക്കണം. ബോംബെയിലെത്തിയ പിന്നെ വേറെ, പക്ഷേ എന്നാലും നാട്ടിലെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, നമുക്കതൊക്കെ കഴിക്കണം. നാട്ടിൽ മാത്രം കിട്ടുന്ന, റെസ്റ്റോറൻറ്റ്സിൽ മാത്രം കിട്ടുന്ന കുറേ ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് രാത്രിയായപ്പോൾ ഒരു രസം പറമ്പിലൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഇരിക്കാൻ. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ജസ്റ്റ് നാട്ടിലെത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വരാം കേട്ടോ. ബൈ.